നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിയുടെയും ഗൗതം അദാനിയുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിലായിരുന്നു കമ്മീഷനിംഗ് ചടങ്ങുകൾ നടന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി സംസാരിക്കുകയാണ്. തീർച്ചയായിട്ടും മലയാളത്തിലായിരുന്നു അദ്ദേഹം തന്റെ പ്രസംഗം നടത്തിയത്. ഇതിനു മുന്നേ, അതായത് പ്രധാനമന്ത്രി സംസാരിക്കുന്നതിന് മുന്നേ മുഖ്യമന്ത്രിയായിരുന്നു പ്രസംഗം നടത്തിയത്. പോർട്ട് ഓപ്പറേഷൻ സെന്റർ നടന്നു കണ്ട ശേഷം 11 മണിയോടെയാണ് പ്രധാനമന്ത്രി ഉദ്ഘാടന വേദിയിൽ എത്തിയത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചാണ് മുഖ്യമന്ത്രി പ്രസംഗം തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ, അതായത് മുഖ്യമന്ത്രി പ്രസംഗിച്ചത് ഇപ്രകാരമാണ്. ഇതിനിടയിൽ അദ്ദേഹം കണക്ക്, അതായത് ഈ ഒരു ഏറിയ പങ്കും വഹിച്ചത് സംസ്ഥാനമാണ് എന്ന തരത്തിൽ ഒരു വിഴിഞ്ഞത്തിന്റെ കണക്ക് ആ വേദിയിൽ അദ്ദേഹം പറയുകയുണ്ടായി. നാടിന്റെ ഒരുമയും ജനങ്ങളുടെ ഐക്യവുമാണ് ഇത്തരം പദ്ധതികൾ നടപ്പാക്കാൻ കരുത്താകുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ മഹാകവാടം തുറക്കലാണിതെന്നും വിഴിഞ്ഞം കമ്മീഷനിങ്ങിലൂടെ അത് നടന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തുറമുഖത്തിന്റെ ശില്പിയെന്നും കാലം കരുതിവെച്ച കർമ്മയോഗിയെന്നും പുകഴ്ത്തിയാണ് മുഖ്യമന്ത്രിയെ മന്ത്രി VN വാസവൻ സ്വാഗതം ചെയ്തത്. കേരളത്തിന്റെ സ്വപ്ന സാഫല്യമാണ് സാക്ഷാത്കരിക്കപ്പെട്ടതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നാടിന്റെ അഭിമാന മുഹൂർത്തമാണിത്. ഇത് കേവലം ഒരു തുറമുഖ കവാടം തുറക്കലല്ല, 3ാം മിലിനിയത്തിലെ വികസന സാധ്യതകളിലേക്കുള്ള രാജ്യത്തിന്റെ മഹാകവാടം തുറക്കലാണ്. ഇന്ത്യയെ സാർവദേശീയ മാരിടൈം വ്യാപാര ലോജിസ്റ്റിക്സ് ഭൂപട ശൃംഖലയിൽ കണ്ണിചേർക്കുന്ന മഹാസംരംഭം. രാജ്യത്തിന്റെ ചരിത്രത്തിന്റെ വിസ്തൃതിയിൽ നിന്ന് വിഴിഞ്ഞത്തെ വീണ്ടെടുത്ത് നവീകരിച്ച് വികസിപ്പിച്ച് സാർവദേശീയ തുറമുഖമാക്കി മാറ്റിയത് കേരളത്തിലെ LDF സർക്കാരിന്റെ ശക്തിയാണ്, നിശ്ചയദാർഢ്യമാണ്. ഒരുപാട് സവിശേഷതകളുണ്ട്. ആദ്യമായാണ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിന്റെ മുൻകൈയിൽ ഒരു ബൃഹത് തുറമുഖ നിർമ്മാണം നടക്കുന്നത്. ചെലവിന്റെ ഏറിയ ഭാഗവും കേരളമാണ് വഹിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ആ വേദിയിൽ പറഞ്ഞിരിക്കുകയാണ്. 8,686 കോടിയിൽ 5,370.86 കോടി, ബാക്കി 2,497 കോടി അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് മുടക്കുന്നത്. 818 കോടിയുടെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടാണ് കേന്ദ്രം നൽകുന്നത്. ഇതുപോലെ കണക്കുകൾ എടുത്തു പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രി ചടങ്ങിൽ പ്രസംഗിച്ചത്. ഈ തുറമുഖത്തോടെ $220 ദശലക്ഷം പ്രതിവർഷ രാഷ്ട്രനഷ്ടം നികന്നു തുടങ്ങുകയുണ്ടായി. 75% കണ്ടെയ്നർ ട്രാൻസ്ഷിപ്പിന്റെ കാർഗോ വിദേശ തുറമുഖങ്ങളിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു ഇക്കാലം അത്രയും. ഇത് അവസാനിക്കുകയാണ്. രാഷ്ട്രനഷ്ടം വലിയൊരു അളവിൽ പരിഹരിക്കാൻ കേരളത്തിന് കഴിയുന്നുവെന്നത് കേരളീയർക്കാകെ അഭിമാനകരമാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കരാർ പ്രകാരം 2045 മാത്രമേ ഇത് പൂർത്തിയാവേണ്ടതുള്ളൂ. നമ്മൾ അതിന് കാത്തുനിന്നില്ല. 2024 തന്നെ കൊമേഴ്സ്യൽ ഓപ്പറേഷൻ ആരംഭിച്ചു. മദർഷിപ്പിനെ സ്വീകരിച്ചു. തുടർന്ന് ഇങ്ങോട്ട് 250-ലേറെ കപ്പലുകൾ വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടു. ഇപ്പോഴിതാ 1ാം ഘട്ടം പതിറ്റാണ്ട് മുമ്പ് പൂർത്തിയാക്കി കമ്മീഷൻ ചെയ്യുന്നു. 2028 ഇതിന്റെ എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാക്കും. ഒരുപാട് പ്രതികൂല ഘടകങ്ങളുണ്ടായി. മഹാപ്രളയം, ഇതര പ്രകൃതിക്ഷോഭങ്ങൾ, കോവിഡ് അടക്കമുള്ള മഹാവ്യാധികൾ എന്നിവയൊക്കെ സമ്പദ്ഘടനയെ ഉലച്ചു. എന്നാൽ കേരളം അവിടെ തളർന്നു നിന്നില്ല. നിർമ്മാണ കമ്പനി നല്ല രീതിയിൽ സഹകരിച്ച് മുന്നോട്ടു പോയി. 1996 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ രൂപപ്പെടുത്തിയ പദ്ധതിയാണ് ഇവിടെ യാഥാർത്ഥ്യമാവുന്നത്. ഇടക്കാലത്ത് അനിശ്ചിതത്വത്തിലായ പദ്ധതി പഠനത്തിനായി 2009 ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനെ നിയോഗിച്ചു. 2010 ടെൻഡർ നടപടികളിലേക്ക് കടന്നെങ്കിലും കേന്ദ്രം ആ ഘട്ടത്തിൽ അനുമതി നിഷേധിച്ചു. തുടർന്നുള്ള ഘട്ടം പദ്ധതിക്കായുള്ള മനുഷ്യചങ്ങല അടക്കമുള്ള പ്രക്ഷോഭങ്ങളുടേതായിരുന്നു. 2015 ഒരു കരാറുണ്ടായി. എന്നാൽ പല തലങ്ങളിലുള്ള വിമർശനങ്ങൾ അത് നേരിട്ടു. വിമർശനങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴും വിഴിഞ്ഞം പദ്ധതി നടപ്പാവുക തന്നെ വേണമെന്ന നിലപാടാണ് ഞങ്ങൾ കൈക്കൊണ്ടത്. വികസന കാര്യത്തിൽ രാഷ്ട്രീയ വേർതിരിവ് വേണ്ട എന്ന നയമാണ് കൈക്കൊണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അത് പ്രകാരമാണ് 2016 അധികാരത്തിൽ വന്നതിനെ തുടർന്നുള്ള ഘട്ടത്തിൽ ബൃഹത് തുറമുഖമായി വിഴിഞ്ഞം വളരുന്നതിനുള്ള നിലപാടുകൾ എടുത്തത്. അതാണ് വിഴിഞ്ഞത്തെ ഇന്നത്തെ നിലയിൽ യാഥാർത്ഥ്യമാക്കി മാറ്റിയത്. സ്ഥാപിത താൽപര്യക്കാർ പടർത്താൻ ശ്രമിച്ച തെറ്റിദ്ധാരണകളെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് അതിജീവിച്ചു. നിയമക്കുരുക്കുകൾ അടക്കം നീക്കി. തീരദേശ പുനരധിവാസ ജീവനോപാധി പ്രശ്നങ്ങൾ 120 കോടി ചെലവാക്കി പരിഹരിച്ചു. അവിടുത്തെ പെൺകുട്ടികളെ ക്രെയിൻ പ്രവർത്തിപ്പിക്കുന്ന ജോലി അടക്കം ഏൽപ്പിച്ചു. തദ്ദേശീയ സ്ത്രീകൾക്കായി സ്കില്ലിംഗ് സെന്റർ തുറന്നു. ഇങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിച്ച് സങ്കടങ്ങൾക്ക് അറുതിയുണ്ടാക്കിയാണ് സർക്കാർ നീങ്ങിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 5000-ത്തിലധികം തൊഴിലവസരങ്ങളാണ് ഈ തുറമുഖത്തിന്റെ ഭാഗമായി നേരിട്ട് കിട്ടുന്നത്. കൂടുതൽ പേർക്ക് ഇത് പ്രയോജനകരമാകുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ്. കേരളത്തിന്റെ അതിനപ്പുറം ഇന്ത്യയുടെ ആകെ വികസനത്തെ ഈ തുറമുഖം വലിയ തോതിൽ ഭദ്രമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം ഈ കമ്മീഷനിങ് നടത്തിക്കൊണ്ട് പ്രധാനമന്ത്രി രാജ്യത്തോട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി നമുക്ക് നോക്കാം. അതായത്
എന്തായാലും പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനിടെ ഒരു ഘട്ടം എത്തിയപ്പോൾ എല്ലാവരും പൊട്ടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും പ്രധാനമന്ത്രിയുടെ വാക്കുകൾ നോക്കാം. കേരളത്തിലുള്ളവർ അറബിക്കടലിലൂടെ ലോകം മുഴുവൻ പോയി വ്യാപാരം നടത്തിയിരുന്നു. ഇന്ന് കേന്ദ്ര സർക്കാർ ഈ പാതയെ കൂടുതൽ ശക്തമാക്കിയെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അനന്ത പത്മനാഭന്റെ മണ്ണിലേക്ക് വരാൻ കഴിഞ്ഞതിൽ സന്തോഷമെന്ന് പറഞ്ഞാണ് പ്രധാനമന്ത്രി പ്രസംഗം തുടങ്ങിയത്. മലയാളത്തിൽ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. എന്തായാലും അദ്ദേഹത്തിന്റെ കുറച്ച് വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം. പ്രകൃതി ഭംഗിയാൽ അതീവ സുന്ദരമായ പ്രദേശമാണിത്. അവിടെയാണ് വിഴിഞ്ഞം തുറമുഖം 8,800 കോടി ചെലവഴിച്ച് തുറമുഖം നിർമ്മിച്ചത്. നിലവിലെ ക്ഷമത 3 ഇരട്ടിയായി വർദ്ധിപ്പിക്കും. ഇതുവരെ 75% ട്രാൻസ്ഷിപ്മെന്റ് രാജ്യത്തിന് പുറത്തു കൂടി നടന്നിരുന്നത്. ഇനി ആ പണം രാജ്യത്ത് തന്നെ വരും. ആഗോള GDP-യിൽ വലിയ പങ്കാളിത്തം ഇന്ത്യക്കുണ്ടായിരുന്ന സമയമുണ്ടായിരുന്നു. മാത്രമല്ല പ്രധാനമന്ത്രി പറഞ്ഞ ഒരു കാര്യം കൂടി വളരെയധികം ശ്രദ്ധേയമാണ്. ആ വാക്കുകൾ കൂടി നമുക്ക് നോക്കാം. അതായത്, ഇത്രയും നല്ല വലിയ തുറമുഖം അദാനി നിർമ്മിച്ചത് കേരളത്തിലാണ്. അത് ഗുജറാത്തുകാർ അറിഞ്ഞാൽ പരാതി പറയും. ഞാൻ തുറമുഖം നടന്നു കണ്ടു. തുറമുഖ സാമ്പത്തിക വ്യവസ്ഥയുടെ മുഴുവൻ സാധ്യതയും ഇപ്പോൾ പ്രയോജനത്തിൽ വന്നു. സാഗർ മാല പദ്ധതിയിലൂടെ PM ഗതിശക്തി പദ്ധതിയിലൂടെ തുറമുഖങ്ങളുടെ അടിസ്ഥാന സൗകര്യവും കണക്ടിവിറ്റിയും സാധ്യമാക്കി. 2014 രാജ്യത്ത് സീ ഫ്ലയേഴ്സ് എണ്ണം കുറവായിരുന്നു. ഇന്നത് വർദ്ധിച്ചു. നമ്മുടെ കപ്പലുകൾക്ക് ചരക്കിറക്കാനും കയറ്റാനും ഒക്കെ നേരത്തെ കൂടുതൽ സമയം വേണ്ടിയിരുന്നു. ഇപ്പോൾ ആ സാഹചര്യമില്ല. 10 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കപ്പലുകൾ ധാരാളം സമയമെടുത്തിരുന്നു. എന്നാൽ ഇന്ന് കാലം മാറുന്നു. 10 വർഷത്തിനുള്ളിൽ തുറമുഖങ്ങളുടെ കാര്യക്ഷമത വർദ്ധിച്ചു. ലോകത്തെ കപ്പൽ നിർമ്മിക്കുന്ന രാജ്യങ്ങളിൽ നാം മുൻപന്തിയിലെത്തിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മാത്രമല്ല ഈ വേദിയിൽ പ്രധാനമന്ത്രി ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി നേരത്തെ ഒരു കാര്യം പറയുന്നത് കേട്ടു എന്ന് പറഞ്ഞ് മന്ത്രി VN വാസവൻ പറഞ്ഞ ഒരു കാര്യത്തെ കൂടി സൂചിപ്പിച്ചിരിക്കുകയാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി ഒരു സ്വകാര്യ കമ്പനിയെ പങ്കാളി എന്ന് വിശേഷിപ്പിച്ചത് ഞാൻ കേട്ടു. അദാനി പാർട്ണർ എന്നാണ് പറഞ്ഞത്. രാജ്യത്തിന്റെ സാമുദ്രിക മേഖലയിൽ ഉന്നതങ്ങൾ കീഴടക്കാൻ സ്വകാര്യ മേഖലയിൽ പ്രാധാന്യം നൽകണം. നിരവധി PPP മാതൃകകൾ നിലവിലുണ്ട്. സ്വകാര്യ സഹകരണത്തിനെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ അഭിനന്ദിക്കുന്നത് വളരെ വലിയ കാര്യമാണ് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വികസനങ്ങളും രാജ്യത്ത് ഇതുവരെ ഉണ്ടായ വികസനങ്ങൾ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം രാജ്യം എത്രത്തോളം വികസിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് പ്രധാനമന്ത്രി പ്രസംഗം നടത്തിയിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി കണക്കുകൾ എണ്ണി പറയുന്നു, പ്രധാനമന്ത്രി വികസനത്തിന്റെ കാര്യം പറയുന്നു. ഇത്തരത്തിൽ നേതാക്കന്മാരുടെ ഒരു ഒഴുക്ക് അല്ലെങ്കിൽ അവരുടെ സംസാരത്തിലെ വാക്കുകളൊക്കെ വളരെ കേരളം ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല പ്രമുഖരടക്കം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, അതുപോലെ തന്നെ ജോൺ ബ്രിട്ടാസ്, മേയർ ആര്യ രാജേന്ദ്രൻ, ശശി തരൂർ തുടങ്ങി മന്ത്രി VN വാസവൻ തുടങ്ങി നിരവധി പ്രമുഖരാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.